വെൽക്കം ടു അനീസ് ഫുഡ് ആൻഡ് ട്രാവൽ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിന്നൊരു ഫുഡോ കാര്യങ്ങളോ അല്ല വരുന്നത്. നമ്മളിന്നൊരു ചെറിയൊരു സ്മോൾ ഒരു എന്താണ് എന്താ പറയുക, ട്രിക്ക് അല്ല, യെസ്, സ്മോൾ എക്സ്പെരിമെൻറ്റുമായിട്ടാണ് നമ്മൾ വരുന്നത്. എന്താണ് സ്മോൾ എക്സ്പെരിമെൻ്റ് എന്ന് പറയാം. ഇതാ നമ്മുടെ കയ്യിൽ 2 ബോട്ടിലുണ്ട്. ഒരു പെപ്സി എടുത്തിട്ടുണ്ട്, പെപ്സി തംസപ്പ് കൊക്കക്കോള എന്ന് പറയാം, അല്ലെങ്കിൽ ഇതാ ഒരു വിനെഗറിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ചെറിയ 2 കുപ്പി എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 മുട്ടയും ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു ബോട്ടിലിനകത്തോട്ട് മുട്ടയെ വെച്ചതിന് ശേഷം അതിലോട്ടേക്ക് നിറച്ചും നമ്മൾ ഈ കോള ഒഴിച്ചു കൊടുക്കും. രണ്ടാമത്തെ ഇതിലോട്ട് വിനെഗർ ഒഴിച്ചു കൊടുക്കും. അതിനുശേഷം നമ്മൾ എത്ര ദിവസം വെക്കും? 2 ദിവസമല്ല, 24 hours എന്ന് വെച്ചാൽ എത്ര ദിവസം? അവേഴ്സ്, 24 hours. 2 ദിവസമല്ല, 1 day. ആ, 24 hours ഈക്വൽ ടു 1 day. 1 day നമ്മൾ വെക്കും. 1 day വെച്ചതിന് ശേഷം നാളെ ഇതേ സമയത്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും എന്താണ് ഇതിന് സംഭവിച്ചിട്ടുള്ളതെന്ന്. ഓക്കെ, അതാണ് നമ്മുടെ ആദ്യത്തെ എക്സ്പെരിമെൻറ്റ്. കൂടാതെ ഇതിൽ നമ്മൾ കൂടുതൽ ഇതുപോലുള്ള എക്സ്പെരിമെൻറ്റ്സ് വീഡിയോ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുള്ളതുണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ബോക്സിൽ ഇട്ട് തരാവുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ എക്സ്പെരിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. 2 ചെറിയ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇതാ ഒരു ബോട്ടിൽ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതാ രണ്ടാമത്തെ ബോട്ടിൽ. ആദ്യത്തെ ബോട്ടിലിലോട്ട് നമ്മളൊരു മുട്ട വെച്ച് കൊടുക്കുകയാണ്. ചെറിയൊരു മുട്ട ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. പതുക്കെ വെച്ച് കൊടുക്കണം, മുട്ട പൊട്ടാതെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് അതായത് കോള ഒഴിച്ച് കൊടുക്കുകയാണ്. ഫുള്ളായിട്ട് നമ്മൾ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നല്ലവണ്ണം ഒന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും മുട്ട ഇതിനകത്ത് നിൽക്കുന്നുണ്ട്. ഇതാ കാണാൻ പറ്റും. ഓക്കെ, മുട്ട പൊട്ടാത്ത മുട്ടയാണ്. അപ്പോൾ അടുത്ത ഇത് ഞാൻ പതുക്കെ മുട്ട ഇതിനകത്തോട്ടേക്ക് വെച്ച് കൊടുക്കുകയാണ്. അവിടെ ആറൂട്ടി തുറന്നിട്ടുണ്ട്. തുറന്നു. ഓക്കെ, ഇത് നമ്മുടെ സാധാ വിനെഗറാണ്. ഞാൻ വിനെഗർ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതാ വിനെഗർ പതുക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏകദേശം മുട്ട മുങ്ങാൻ പാകത്തിൽ ഞാൻ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇതാ നമുക്ക് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ടുണ്ട്. ഈ 2 സാധനവും ഇതാ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, നല്ല അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് ഇനി 24 hours ശേഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാണാം. ഇത് വെച്ചിട്ട് നമുക്ക് 24 hours ശേഷം എന്ത് സംഭവിക്കുമെന്ന് കാണിച്ചു തരാം. ഓക്കെ, ആഫ്റ്റർ 24 hours നമ്മൾ വീണ്ടും വരും. ഇത് കണ്ടോ നമ്മുടെ ഇതാ ആ മുട്ടയ്ക്ക് സംഭവിക്കുന്ന മാറ്റങ്ങളാണ് വിനെഗറിന്ന്. ഇതാ നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റും. വിനെഗറിനകത്ത് നിന്ന് മുട്ടയ്ക്ക് സംഭവിക്കുന്ന മാറ്റങ്ങൾ നിങ്ങൾക്ക് ഇതാ കാണാൻ പറ്റും. കണ്ടോ? ഇനി അതുപോലെ തന്നെ പെപ്സി അല്ലെങ്കിൽ കോളയിൽ കിടക്കുന്ന മുട്ടയ്ക്കും എന്ത് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. കണ്ടോ? ഇതാ കണ്ടോ നമ്മുടെ മുട്ട. നമ്മുടെ ഒന്ന് വിനെഗറിൽ ഇട്ട് വെച്ച മുട്ടയാണ്, രണ്ടാമത്തേത് കോളയിൽ ഇട്ട് വെച്ച മുട്ടയാണ്. അപ്പോൾ നമുക്ക് എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം. തുറക്കാൻ പറ്റുമോ? തോറ്റു പിന്മാറി. നമ്മളിപ്പോൾ നല്ല കോളയിൽ ഇട്ട് വെച്ച ഒരു മുട്ടയാണ്. ഇതാ എൻ്റെ ഇത് കാണാൻ പറ്റും നിങ്ങൾക്ക്. ഓക്കെ, കോളയിൽ ഇട്ട് വെച്ച മുട്ടയാണ്. അപ്പോൾ ഞാനിത് പതുക്കെ ഒന്ന് പുറത്തെടുക്കുന്നുണ്ട്. ഇതാ കോളയിൽ ഇട്ട് വെച്ച മുട്ടയുടെ കളറ് കണ്ടോ നിങ്ങൾ? കോളയിൽ ഇട്ട് വെച്ച മുട്ടയുടെ കളറാണിത്. ഈ ഒരു വെള്ളമാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അകത്താക്കുന്നത്. കണ്ടോ? കോളയിൽ ഇട്ട് വെച്ച മുട്ടയുടെ കളറ് ഇതാണ് നീ ഇന്നലെ കുടിച്ചത്. ഇത്രയും കളറുള്ള സാധനം എത്ര ഇതായാലും പോകുന്നൊന്നുമില്ല, കാരണം നല്ലവണ്ണം കളറൊക്കെ മാറിയിട്ടുണ്ട്. ഓക്കെ, ഇത് നമുക്കിവിടെ നോക്കാം. ഇനി അടുത്തത് നമ്മുടെ എന്താണ്, വിനെഗറിൽ ഇട്ട് വെച്ച മുട്ടയാണ്. വിനെഗറിൽ ഇട്ട് വെച്ച മുട്ടയ്ക്ക് എന്ത് സംഭവിച്ചെന്ന് നോക്കാം. വിനെഗറിലിട്ട് വെച്ച മുട്ടയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നറിയില്ല, നോക്കാം നമുക്ക്. വിനെഗറിലിട്ട് വെച്ച മുട്ട നിങ്ങൾക്ക് ഇതാ കാണാൻ പറ്റും. ഇതാ ഒരു റബ്ബർ പോലെയാണ്. ഇതാ കണ്ടോ? ഇതാ ഒരു റബ്ബർ ബോൾ പോലെ ആയിട്ടുണ്ട്. ഇതാ കണ്ടോ? തുള്ളുന്നുണ്ടോ മുട്ട? ഇതാ തുള്ളുന്ന മുട്ട. ഇനി അതേ സ്ഥാനത്ത് ഇതാ നമ്മുടെ കോളയിൽ ഇട്ട് വെച്ച മുട്ട ഞാൻ കാണിച്ചു തരാം. ഇതാ കോളയിൽ ഇട്ട് വെച്ച മുട്ടയുടെ ഒച്ച നിങ്ങൾക്ക് ഇവിടെ കേൾക്കാൻ പറ്റും. ഇനി ഞാൻ എന്താ വിനെഗറിൽ ഇട്ട് വെച്ച മുട്ടയാണിത്. അതിന്റെ വലുപ്പത്തിൽ വന്ന മാറ്റം കണ്ടോ? കാരണം ഇത് നമ്മളിപ്പോൾ സാധാരണ ഈ ഒരു അളവിലുള്ള അതേ മുട്ടയാണ് നമ്മൾ ഇതിൽ ഇട്ടിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിന്റെ വലുപ്പത്തിൽ ഇത് മുട്ടിക്കിടക്കുന്ന ഭാഗം നിങ്ങൾക്ക് കാണാൻ പറ്റും. അതേപോലെ കട്ടയായിട്ടുണ്ട്. നമ്മുടെ ആ തോട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതാ തോട് അതേപോലെ ഉണ്ട്. ബാക്കി ഭാഗം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. എന്താ കണ്ടോ? റബ്ബർ പന്ത് പോലെ തുള്ളുന്നുണ്ടോ? ഡംബർ അല്ല, റബ്ബർ. ആ റബ്ബർ ബോൾ പോലെ തുള്ളുന്നുണ്ടോ? റബ്ബർ ബോൾ പോലെ തുള്ളിക്കൊണ്ടിരിക്കുന്ന മുട്ട ഇങ്ങനെ ഇവിടെയും കണ്ടിട്ടുണ്ടോ? ഇതാ ഇനി നമുക്ക് എത്ര മുകളിൽ നിന്ന് ഇടാൻ പറ്റും നോക്കാം.
ഞാനിപ്പോൾ ഈ ഒരു ഉയരത്തുനിന്ന് ഇട്ട് നോക്കുന്നുണ്ട്, ഒന്നും ആവുന്നില്ല. ഈ ഒരു ഉയരത്തുനിന്ന് തുള്ളുന്നുണ്ടോ മുട്ട? കണ്ടോ? ഇപ്പൊ നിങ്ങൾക്ക് ഇവിടുന്ന് കാണിച്ചു തരാം ഞാൻ. ഒരു കുറച്ചതാ ഈ ഒരു ഹൈറ്റിൽ നിന്നാണ് ഞാൻ മുട്ട ഇടാൻ പോകുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഏകദേശം ഒരു ചാൻ ഹൈറ്റ് 1 ഫീറ്റ് മുകളിൽ നിന്നാണ് ഞാൻ ഏകദേശം ഇടാൻ പോകുന്നത്. കണ്ടോ? തുള്ളുന്നുണ്ടോ മുട്ട? തുള്ളും മുട്ട, റബ്ബർ ബോൾ മുട്ട. കണ്ടോ? ഈ മുട്ടയുടെ നമ്മളെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പോ ആ മുട്ടയുടെ തോടൊക്കെ ആ വിനെഗറിൽ ശരിക്കും എന്താണ് അലിഞ്ഞു പോയിട്ടുണ്ട്. അതായത് ഒരു മുട്ടത്തോട് വെച്ച കാൽസ്യമല്ലേ, കാൽസ്യത്തിന്റെ ഒക്കെ എന്താണ് അലിച്ചു കളയാൻ പറ്റുന്ന ഒരു ഇതാണ് വിനെഗറിൽ അടങ്ങിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ മുട്ടത്തോടിനെ അലിച്ചു കളഞ്ഞുകൊണ്ട് ആ ഒരു പാട മാത്രമാണ് ആക്ച്വലി ഇപ്പൊ നമുക്ക് ബാക്കിയായിട്ട്. ഈ ഒരു ഭാഗത്ത് നമ്മുടെ ബാക്ക് ഭാഗത്ത് മാത്രം നമുക്ക് ആ മുട്ടത്തോട് കാണാൻ പറ്റും. കാരണം നമ്മൾ ഇങ്ങനെയാണ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ബാക്ക് ഭാഗത്ത് മാത്രം മുട്ടത്തോട് കാണാൻ പറ്റും. അത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇങ്ങനെ റബ്ബർ പോലെ തുള്ളുന്ന ഒരു ബോൾ. അതേപോലെ കോളയിൽ ഇട്ട് വെച്ചതിന്റെ പ്രധാന ഇതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും അത് മാറ്റില്ല. പക്ഷെ അതിന്റെ കളർ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. നിങ്ങൾ കളർ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ എന്താണ് അകത്ത് ആക്കുന്നതെന്ന്. ഈ മുട്ടത്തോടിന് നല്ല എത്ര സ്ക്രാച്ച് നമ്മൾ വരച്ചു കഴിഞ്ഞാലും പോകുന്നില്ല ആ കളർ. ഉണ്ടോ? അത്രയും ആ കളറ് അതുമായിട്ട് ഇതായിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇതിപ്പോൾ നിങ്ങൾക്ക് ഇതിൽ തന്നെ കാണാൻ മനസ്സിലാക്കാൻ പറ്റും രണ്ടിൻ്റെയും വലുപ്പ വ്യത്യാസം. ഒന്ന് വലിയതായിട്ടുണ്ട്, നല്ലോണം വലുതായിട്ടുണ്ട്. കുറച്ച് ചെറുതാണ്, പക്ഷെ കളർ നല്ലോണം മാറിയിട്ടുണ്ട്. വിനെഗറിലിട്ട് നല്ലൊരു ബോൾ പോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടും ഇത് പൊട്ടിച്ചിട്ട് നോക്കാം എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ. പാത്രമൊക്കെ എടുത്തിട്ട് വന്നതാണ്. എന്താണ് ഈ മുട്ട രണ്ട് പൊട്ടിച്ച് കാണിക്കാൻ വേണ്ടി. അതിന് മുന്നേ ആരോഗ്യ നല്ല ഒന്നാമത്തെ മുകളിൽ നിന്നിട്ട് പൊട്ടിച്ചു. അപ്പൊ ഇത് നമുക്ക് അതിന്റെ ആവശ്യമില്ല. അപ്പൊ ഇത് നമുക്കൊന്ന് പൊട്ടിച്ചിട്ട് നോക്കാം. ഓക്കെ, ഇതിന്റെ ഉണ്ടല്ലോ കുറച്ച് ഉറപ്പ് കൂടിയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. ഇതിന് മുട്ടയ്ക്ക് യാതൊരു മാറ്റമില്ല, നമ്മളെ സാധാ മുട്ട പോലെ തന്നെയുണ്ട്. പക്ഷെ ഇതിന്റെ ഉള്ളിൽ ശ്രദ്ധിച്ചോ നിങ്ങൾ? ഉള്ളിൽ കണ്ടോ ഏകദേശം അരിച്ചരിച്ച് കയറുന്നുണ്ട്. പതുക്കെ കണ്ടോ ഉള്ളിലൊക്കെ വന്നിട്ടുള്ള മാറ്റങ്ങൾ കണ്ടോ. അതായത് ആ കോളയുടെ കളറ് ഉള്ളിലോളം എത്തിയിട്ടുണ്ട്. അതായത് ഈ മുട്ടത്തോടിനെയും കൂടുതൽ നേരം, അതായത് കൂടുതൽ അളവിൽ നമ്മളിപ്പോൾ കോളയിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ മുട്ടത്തോടിനെ അതിനെ അരിച്ചു കളയാനുള്ള കപ്പാസിറ്റി എന്തിനുണ്ട്, നമ്മുടെ കോളകൾക്കുണ്ട് എന്നർത്ഥം. ഇപ്പൊ കണ്ടോ ഇതാണ് നമ്മുടെ മുട്ടത്തോടിന്റെ അവസ്ഥ നോക്കി. കണ്ടോ മുട്ടത്തോടില്ല, ആക്ച്വലി ആ മുട്ടത്തോട് പോയി ഒരു പാട പോലെയായി മാറിയിട്ടുണ്ട്. കണ്ടോ കൈ കൊണ്ട് ഇങ്ങനെ മുറിച്ചെടുക്കാൻ പറ്റുന്ന പാട പോലെയാണുള്ളത്. ആ ജസ്റ്റ് നമ്മുടെ തോട് രൂപത്തിലുള്ളത് ആ നിലത്ത് മുട്ടി നിൽക്കുന്ന ആ ഒരു ഭാഗത്ത് മാത്രം തോട്ട്. കാരണം അത് സിൽക്കിയായിട്ട് വിനെഗറുമായിട്ട് ബന്ധപ്പെടാത്ത ഭാഗം, ആ ഒരു ഭാഗം മാത്രം തോട്ട്, ബാക്കിയെല്ലാം ഇതുപോലെയാണുള്ളത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ എക്സ്പെരിമെന്റിന്റെ ചെറിയൊരു എക്സ്പെരിമെന്റ്, വലിയൊരു എക്സ്പെരിമെന്റ് എന്നല്ല, ചെറിയൊരു എക്സ്പെരിമെന്റിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു അല്ലേ. അതായത് നമ്മള് നല്ല ബോൾ പോലെ ആയിട്ടുള്ള മുട്ട അവസാനം പരാജയപ്പെട്ടു പോയെങ്കിലും ഇപ്പം പൊട്ടിപ്പോയെങ്കിലും എന്താണ് ആ ബോൾ പോലെയുള്ള മുട്ടയുടെ ഒരു ചെറിയൊരു എക്സ്പെരിമെന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കമന്റും കൂടി അടിക്കണം. പിന്നെ അതുകൂടാണ്ട് നമ്മൾ എന്തുണ്ട്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ ഫേസ്ബുക്ക് പേജ് ഉണ്ട്, മറന്നു ഫേസ്ബുക്ക് പേജ് ഉണ്ട്. അപ്പൊ അതും കൂടി ഒന്ന് വിസിറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയുമായി അടുത്ത് തന്നെ കാണാം. ബൈ.